സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 17 അധ്യായം 10. മാസ്റ്റർ മഹാശയൻ്റെ ക്രിസ്മസ് അവധിക്കാല സാധന ജീവിതം ദക്ഷിണേശ്വരത്ത് ഭഗവാനോടൊപ്പം. ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞ തവണ പറഞ്ഞതിനെ തുടർന്ന് ക്രിസ്മസ് അവധി 24-ാം തീയതിയാണ് കഴിഞ്ഞ ദിവസം. 24-ാം തീയതി നടന്ന ക്രിസ്മസിൻ്റെ തലേന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് യോഗവിദ്യയെക്കുറിച്ച് മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുക്കാം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുകയാണ്. യോഗവിദ്യയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആ ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയത്. അപ്പോൾ ഇനി എന്താണ് യോഗവിദ്യ, എന്താണ് ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. അതിൽ പതിനൊന്നാം അധ്യായമാണത് വരുന്നത്. സന്ധ്യയ്ക്ക് ശേഷം ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് അരുളുന്നു. മാസ്റ്ററും ഭക്തന്മാരുടെ കൂടെ തറയിലിരിപ്പുണ്ട്. അപ്പോഴാണ് യോഗാഭ്യാസം, ശിവസംഹിതയെ അടിസ്ഥാനപ്പെടുത്തി യോഗാഭ്യാസത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറഞ്ഞ് ആരംഭിക്കുന്നത് ഇട, പിങ്കള, സുഷുമ്ന, ഈ 3 മൂലനാഡികളെ സംബന്ധിച്ചിടത്തോളമാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇട, പിങ്കള, സുഷുമ്ന. സുഷുമ്ന നാഡിയുടെ അടിഭാഗം, അത് തലച്ചോറിൽ നിന്ന് ആരംഭിച്ച് നട്ടെല്ലിൻ്റെ കീഴറ്റം വരെ ഒരു കുഴലുപോലെ എന്നുള്ള സങ്കല്പത്തിലാണ് അതിനെ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിവശം എന്ന് പറയുന്നത് നട്ടെല്ലിൻ്റെ അടിവശമായിട്ട് വരും. അതാണ് മൂലാധാര ചക്രം. ഈ പ്രാണൻ സഞ്ചരിക്കുന്ന വഴി ഈ സുഷുമ്നാ നാഡിയുടെ ആ നാളികയിൽ കൂടിയാണ് പ്രാണൻ സഞ്ചരിക്കുന്നത് എന്നാണ് സങ്കല്പം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എവിടെയാണ് എന്ന് ശരീരത്തെ പരിശോധിച്ചാൽ കാണണമെന്നില്ല. നട്ടെല്ല് കാണാം, പക്ഷെ ഈ പറഞ്ഞ മൂലാധാര ചക്രങ്ങളെ കാണാൻ സാധ്യമല്ല. ഇപ്പം ഇതൊരു ശാരീരിക പ്രക്രിയ അല്ലെങ്കിൽ ശാരീരികമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ അനുഭവങ്ങളെല്ലാം പ്രത്യക്ഷത്തിൽ ഉണ്ട് താൻ. നേരിട്ടൊരാൾക്കത് ദർശിക്കാൻ കഴിയില്ല, പക്ഷേ ഇതിൻ്റെ അനുഭവതലം എല്ലാവർക്കും ഉണ്ടാകും. ഇതാണ് ഭഗവാൻ, ഈ ഭാഗമാണ് പറഞ്ഞു വരുന്നത്. ഭഗവാൻ എന്തിനാണ് ഈ മൂലനാഡികളെ, അതായത് ഇട, പിങ്കള, സുഷുമ്ന എന്ന് പറയുന്ന മൂലനാഡികളെ സംബന്ധിക്കുന്ന ഒരു സ്റ്റഡി ക്ലാസ് മാസ്റ്റർ മഹാശയന് നൽകുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഭക്തിയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഭക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമകൃഷ്ണദേവൻ തുടങ്ങുകയാണ്. അപ്പം അതിലേക്കാണ് ഇതിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ നാഡീവ്യൂഹത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. എന്താണ് ഭക്തിയെക്കുറിച്ച്
ഭക്തിയും ഇതും തമ്മിലുള്ള പ്രസക്തി എന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. അതായത് ചതുർദള പത്മം. ചതുർദള പത്മം എന്ന് വെച്ചാൽ മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ നാലുമാണ് ചതുർദള പത്മം. മാത്രമല്ല സുഷുമ്നാ നാഡിയുടെ ഈ 7 പ്രധാന ഊർജ കേന്ദ്രങ്ങളാണ് ഉള്ളത്. അപ്പോൾ 7 പ്രധാന ഊർജ കേന്ദ്രങ്ങളും അതോടൊപ്പം ചതുർദള പത്മവും, മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോൾ ഇത് ഈ 7ഉം ഈ 4ഉം കൂടെ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മൂലനാഡീ സങ്കല്പം. ഇതിലാണ് ഒരു ജീവൻ നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. അപ്പം ഈ 4 ദളപത്മങ്ങളും, അതായത് മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 3ഉം ഉണരണം. ഈ 4ഉം ഉണരണം. മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 4ഉം ഉണരണം, അല്ലെങ്കിൽ അതിനെ ഉണർത്തണം. അതിനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഭക്തി. അപ്പോൾ മറ്റ് ഒരു തരത്തിലുള്ള യോഗവിദ്യകളെക്കാളുമെല്ലാം പലപ്പോഴും ഈ ഒരു ആസ്പെക്റ്റിൽ, ഈ ഒരു ഘടനയിൽ സാധാരണഗതിയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് യോഗവിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ്. ഈ യോഗവിദ്യ അഭ്യസിക്കുമ്പോഴാണ് ഈ 4 ചതുർദള പത്മത്തെയും അതേപോലെ ഈ പ്രധാന ഊർജകേന്ദ്രങ്ങളായ മൂല നാഡിയെ കൂടെ ഉണർത്തുകയും ചെയ്യുന്ന ആ പ്രോസസ്സിലേക്ക് ഒരു മനുഷ്യന് സാധ്യമാകണമെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് ഒരു ക്രിയായോഗത്തെ ആശ്രയിക്കേണ്ടി വരും, യോഗവിദ്യ ആശ്രയിക്കേണ്ടി വരും. അതത്ര എളുപ്പമല്ല. അത് സന്യാസിമാർക്കും തപസ്വികൾക്കുമൊക്കെ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ആ ദക്ഷിണേശ്വരത്ത് തൻ്റെ മുറിയിൽ വന്നിരിക്കുന്ന സാധാരണ ഗൃഹസ്ഥരായ ആളുകളെയാണ്. അപ്പം അവരോട് മഹർഷിമാരുടെയും അല്ലെങ്കിൽ മഹായോഗികളും അനുഷ്ഠിക്കുന്ന തരത്തിലുള്ള യോഗവിദ്യകൾ അഭ്യസിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലേ വരില്ല. അവിടെയാണ് ഭഗവാൻ എന്നാൽ അത് നടപ്പിൽ എങ്ങനെ വരുത്താം, ഈ ഗൃഹസ്ഥാശ്രമികൾക്ക് ഇതെങ്ങനെ നടപ്പിൽ വരുത്താം എന്നുള്ള പാഠമാണ് ഇവിടെ ഭഗവാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 7 പ്രധാന ഊർജ കേന്ദ്രങ്ങൾ വരുന്നത്, അതായത് മൂലനാഡികൾ. അപ്പോൾ 7 പ്രധാന കേന്ദ്രങ്ങളാണത് എന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മുടെ നട്ടെല്ലിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് ശിരസ് വരെ പോകുന്ന 7 സ്ഥാനങ്ങളായിട്ട് ആണ് ഇതിനെ സങ്കല്പിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും താഴെ, നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ മൂലാധാര ചക്രം, അതിൻ്റെ തൊട്ടുമുകളിൽ നാഭിക്ക് താഴെ, നമ്മുടെ നാഭിക്ക് താഴെ വരുന്നത് സ്വാധിഷ്ഠാനം, നാഭിക്ക് മുകളിൽ വയറിൻ്റെ ഭാഗത്ത് വരുന്നത് മണിപൂരകം, ഹൃദയഭാഗത്ത് വരുന്നത് അനാഹതം, തൊണ്ടയിൽ വരുന്നത് വിശുദ്ധി, പുരികത്തിനിടയിൽ 2 പുരികങ്ങൾക്കിടയിൽ വരുന്ന ഭാഗം ആജ്ഞാചക്രം, ശിരസിൽ വരുന്നത് സഹസ്രാരം. ഇങ്ങനെ 7 ഭാഗങ്ങളായിട്ടാണ് ഈ നാഡീവ്യൂഹങ്ങളെ സംയോജിപ്പിച്ചിരിക്കുന്നത്. അത് ഈ സുഷുമ്നാ നാഡിയുടെ വിവിധ ഭാഗങ്ങളിൽ അതിനെ താമരപ്പൂവിൻ്റെ അടയാളം വെച്ചാണ് ഇതിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഈ സുഷുമ്നാ നാഡിയെ, അതായത് ഈ നേരത്തെ പറഞ്ഞ 7 എണ്ണം, മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ആ നീണ്ടു നിൽക്കുന്ന അതൊരു ഒരു ദണ്ട് പോലെ നമുക്ക് കാണാമെങ്കിൽ ആ രണ്ടിൻ്റെയും ആ സുഷുമ്നാ നാഡിയുടെ 2 ഭാഗത്തും ഇടതും വലതും ഈ പയറിൻ്റെ വള്ളി പോലെ പിണഞ്ഞ് മുകളിലോട്ട് നിൽക്കുന്നതാണ് 2 നാഡികൾ. ഒന്ന് ഇട, മറ്റൊന്ന് പിങ്കള. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ചിത്രമായിട്ട് പറഞ്ഞത്. ഇത് പറയാൻ കാരണം
ഭഗവാൻ ഇത് പറഞ്ഞ് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇതിനെ ഉണർത്തുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു വഴി തുറക്കുന്നത്. ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള ഒരു വാതിലാണിത്. ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വാതിലാണ് ഈ പറഞ്ഞ 7 കവാടങ്ങൾ. എന്താണ് ഈ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള 7 കവാടങ്ങളായി ഇതിനെ മാറുന്നത് എങ്ങനെ എന്നുള്ളതാണ് അടുത്തത്. അതായത് നമ്മൾ ഏറ്റവും താഴെ പറഞ്ഞ മൂലാധാര ചക്രം, നട്ടെല്ലിൻ്റെ അടിഭാഗത്തിരിക്കുന്ന മൂലാധാര ചക്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥിരതയെ നിർണയിക്കുന്നത്. ഒരാളുടെ സ്ഥിരതയെ നിർണയിക്കുന്നത് ഈ മൂലാധാര ചക്രം ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ്. അടുത്തത് സ്വാധിഷ്ഠാനം, നാഭിക്ക് താഴെ. അതാണ് നമ്മുടെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്നത്. അത് ഉണർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ സർഗാത്മകത, ഇപ്പം കവികളായാലും നർത്തകരായാലും അല്ലെങ്കിൽ ഗായകരായാലും മറ്റേത് സർഗാത്മക സൃഷ്ടികൾ നടത്തുന്ന ഏതൊരു വ്യക്തിയായാലും അവരിൽ ആ സർഗാത്മകത ഉണരുന്നതിന് പ്രധാന കാരണം സ്വാധിഷ്ഠാനം, അതായത് നാഭിക്ക് താഴെയുള്ള ആ ഭാഗം ഉണർന്നിരിക്കുമ്പോഴാണ്. പൊതുവേ നമ്മൾ എല്ലാവരും ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ ആ ആത്മവിശ്വാസത്തെ അല്ലെങ്കിൽ വ്യക്തിഗതമായ ഒരാളുടെ ശക്തിയെ നിർണയിക്കുന്നതാണ് വയറിൻ്റെ തൊട്ട് മുകളിലുള്ള അതായത് ഈ നാഭിയുടെ തൊട്ട് മുകളിലുള്ള വയറിൻ്റെ ഭാഗം എന്ന് പറയുന്ന മണിപൂരകം. ഇവിടെയാണ് ഒരാളുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ വ്യക്തിഗത ശക്തി പ്രകടമാക്കുന്നത്. ഒരാളിൽ ഏറ്റവും അനിവാര്യമായി വേണ്ടത് സ്നേഹം, കരുണ തുടങ്ങിയ വികാരങ്ങളാണ്. അതാണ് അനാഹതം. ഹൃദയഭാഗത്ത് അത് ഉണരുമ്പോഴാണ്, അനാഹതം ഉണരുമ്പോഴാണ് ഈ വൈകാരിക ഭാവങ്ങൾ ഒരാളിൽ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. ഒരു നല്ല രീതിയിൽ കൃത്യമായ ആശയവിനിമയം നടത്തുന്നതാണ്. അതിന് തൊണ്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയാണ് വിശുദ്ധി ചക്രം നിലകൊള്ളുന്നത്. പിന്നൊന്ന്, നമുക്ക് ഏതൊരു വസ്തുവിലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവണം. ആ ഉൾക്കാഴ്ചയെ സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് ഈ പുരികത്തിനിടയിലുള്ള ഭാഗം, 2 പുരികങ്ങൾക്കിടയിലുള്ള ഭാഗം, അജ്ഞാചക്രം. അപ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ അതിൻ്റെ ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്നതാണ് സഹസ്രാരം, നമ്മുടെ ശിരസ്സിലുള്ളത്. ഈ തരത്തിലാണ് ഈ ഊർജപ്രവാഹ കേന്ദ്രങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഊർജപ്രവാഹ കേന്ദ്രങ്ങളെ സാധാരണഗതിയിൽ ഉണർത്തുന്നതിനാണ് യോഗവിദ്യ ഉപയോഗിക്കുന്നത്. മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ ചതുർദള പത്മങ്ങളും ഉണരുന്നതിന് വേണ്ടി, ഈ ഊർജ കേന്ദ്രങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് യോഗവിദ്യ പഠിക്കുകയും യോഗവിദ്യ ആചരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് യോഗവിദ്യ സാധ്യമല്ല. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? കാരണം ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഈശ്വര സാക്ഷാത്കാരമാണ്. അതാണ് ഭഗവാൻ എപ്പോഴും, ശ്രീരാമകൃഷ്ണദേവൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് എന്നുള്ളതിനല്ല, പ്രവൃത്തിയുടെ ബാഹുല്യത്തിനോ അതിൻ്റെ ആഴത്തിലോ അതിൻ്റെ പരപ്പിലോ അല്ല ശ്രദ്ധ പോകേണ്ടത്, മറിച്ച് അതിൻ്റെ റിസൾട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. അപ്പം ഈ യോഗവിദ്യയിലൂടെ ഇത്തരം ഈ 7 ഊർജ കേന്ദ്രങ്ങളെ ഉണർത്തുകയും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ചിത്തത്തെയും അഹങ്കാരത്തെയും ഉണർത്തുകയും ചെയ്യുമ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകുന്നത്. അതാണ് വളരെ ലളിതമായ രീതിയിൽ ഭഗവാൻ പറഞ്ഞത്, ഭക്തി കൊണ്ട് ഇതെല്ലാം സാധ്യമാകും. യഥാർത്ഥത്തിലുള്ള ഭക്തി കൊണ്ട് നമുക്കിതെല്ലാം സാധ്യമാകും. ഭക്തി മാത്രം മതി. ഭക്തിയെക്കുറിച്ച് ഭഗവാൻ ഇതിനു മുമ്പ് പലതരത്തിൽ പല ഭാഗത്ത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ ഗോപികമാരുടെ ഭക്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പല സന്ദർഭത്തിൽ ഇത് വിവരിച്ചതാണ്. അതിൻ്റെ പല പല ഘട്ടങ്ങൾ. ഇവിടെ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ് ഭഗവാൻ.
ഈ ഭക്തിക്ക് വലിയ അനുഷ്ഠാനമൊന്നും ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അനുഷ്ഠാനം ഒന്നും, പറയത്തക്ക അനുഷ്ഠാനങ്ങളൊന്നും ആവശ്യമില്ല. വേണ്ടത് എന്താണ്? നാമജപം മാത്രം. അതാണ് കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. തപസ്സിനോ ഒന്നും പ്രാധാന്യമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളർത്ഥം ഇതാണ്: ഈ യോഗവിദ്യയെ സ്വാംശീകരിച്ചാൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മുടെ അന്തരാത്മാവിന് ശക്തി കിട്ടുകയുള്ളൂ. അത് സാധ്യമാകുന്നത് ആദ്യകാലങ്ങളിൽ ഈ യോഗവിദ്യയിൽ കൂടിയാണ് അവർ സാധ്യമാക്കിയത്, മഹർഷിമാർ. ഇവിടെ നമുക്കിത് സാധ്യമല്ലാതെ വരും. നമുക്ക് ഈ യോഗവിദ്യ സാധ്യമല്ലാതെ വരും. നമ്മളിപ്പോൾ പലയിടത്തും ഇങ്ങനെ പബ്ലിസിറ്റി കണ്ടിട്ടുണ്ട്. യോഗവിദ്യ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഒന്നും വളരെ ചെറിയ തരത്തിലാണെങ്കിൽ പോലും ഭാരതം ഇന്ന് യോഗ വളരെ മുന്നോട്ട് വെച്ചു, ലോകത്തിന് മുന്നിൽ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു വലിയ ഒരു വിദ്യ തന്നെയാണ് യോഗ. യോഗ ഡേ ലോകം മുഴുവനും ആചരിക്കപ്പെടുന്ന തരത്തിൽ ഭാരതം അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടായി. ആ യോഗവിദ്യയെ എന്തിനാ? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ യോഗവിദ്യയെക്കുറിച്ചുള്ള ഒരു ധാരണ സമൂഹത്തിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമാണ് ആ യോഗ ഡേ പോലുള്ള സന്ദർഭം കൊണ്ട് സാധ്യം. അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് നല്ല വെള്ളയും വെള്ളയൊക്കെ ധരിച്ച് പോയി നിരന്നിരുന്ന്, അതൊക്കെ ശരിയാണ്. ഇതൊക്കെ അതിൻ്റെ പ്രകടനപരതയുടെ ഭാഗങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളർത്ഥം എന്ന് പറയുമ്പോൾ ഇത് ഭാരതീയമായ ഒരു ഉൾക്കാഴ്ചയുടെ ഭാഗമാണ്. കാര്യം ഈ പറഞ്ഞ ഒരു വ്യക്തിക്ക് അവൻ്റെ സ്ഥിരത, സർഗാത്മകത, ആത്മവിശ്വാസം, വ്യക്തിഗത ശക്തി, സ്നേഹം, ആശയവിനിമയം, ഉൾക്കാഴ്ച, ആത്മീയത, ഈ 7 കാര്യങ്ങളും ഒരു വ്യക്തിയിൽ സമ്മേളിക്കണമെങ്കിൽ യോഗവിദ്യ കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ യോഗവിദ്യ എങ്ങനെ പ്രായോഗികമായ തലത്തിൽ അതെങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിന് ഗൃഹസ്ഥാശ്രമികളായ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഭൗതികതയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ നൽകുന്ന ഒരു ഉപദേശം: നിങ്ങൾ നാമം ജപിക്കുക. അതാണ് നാമജപം. കലിയുഗത്തിൽ നാമജപത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞതിൻ്റെ യോഗവിദ്യയെ നാമജപമായി മാറ്റുകയാണ്. അപ്പോൾ ഈ നാമജപം, യോഗവിദ്യയെ നാമജപമായി മാറ്റുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അത് ഗാനരൂപത്തിലാകാം എന്ന് ഭഗവാൻ പറയുന്നു. അത് ധ്യാന രൂപത്തിലാകാം എന്ന് ഭഗവാൻ പറയുന്നു. അത് പ്രവൃത്തിയുടെ രൂപത്തിലാകാം എന്ന് പറയുന്നു. ഏതൊരു പ്രവൃത്തിയുടെ രൂപത്തിലും ആകാം എന്ന് പറയുന്നു. അതായത് ജപത്തെ, ഒരു നാമജപത്തെ ഒരു പ്രവൃത്തിയായിട്ട് കണക്ട് ചെയ്യുക. അപ്പം ഈ തരത്തിൽ ലൗകിക ജീവിതത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ പാട്ടിനുള്ള കഴിവിനെ ഈ ജപവുമായി കണക്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, വെറും ഒരു നാമജപ സംഘത്തിൻ്റെ പരിപാടി, നാമജപമാണ് നടക്കുന്നത്. അത്ഭുതം തോന്നുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഇത് സംഭവിക്കുമ്പോൾ? ഒരു നാമം സങ്കീർത്തനമാണ് നടത്തുന്നത്. എന്നെങ്കിലും വിചാരിച്ചിരുന്നു ഒരു നാമസങ്കീർത്തനം കേൾക്കാൻ വേണ്ടിയിട്ട് 1500, 2000, 5000 ഒക്കെ ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് കേൾക്കുക. അതിപ്പോൾ ഇവിടെ സംഭവിക്കുന്നില്ലേ? കേരളത്തിലും വെളിയിലുമായിട്ട്. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണത്. കുറേ ചെറുപ്പക്കാരുടെ ഒരു സംരംഭത്തെ, എങ്ങനെ ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു ഇത് കടന്നു വന്നോട്ടെ. പക്ഷേ ആലോചിച്ചു ഒരു സമയത്ത് ആരെങ്കിലും നാമജപം കേൾക്കാൻ നിൽക്കൂ? നാമജപം ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവത്തിനിടയിൽ ഒരു നാമജപത്തിൻ്റെ ഒരു ഭജന, നാമജപം എന്ന് പറയുമ്പോൾ ഭജന, ഒരു ഭജന ഉണ്ടെങ്കിൽ സ്വാഭാവികമായി കുറച്ച് പേര് ഭജനയ്ക്കൊക്കെ കേൾക്കാനിരിക്കും. അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്നത് ഗാനമേളയ്ക്കും അല്ലെങ്കിൽ അതുപോലുള്ള വൻകിട പരിപാടികൾക്കാണ് ജനം അമ്പലത്തിൽ വരുള്ളൂ. ഇന്ന് ഈ നാടകങ്ങളാകട്ടെ, ഗാനമേളയാകട്ടെ, മറ്റേത് തരത്തിലുള്ള സ്റ്റേജ് ഷോകളാകട്ടെ, ഇതിനെല്ലാം പിന്തള്ളിക്കൊണ്ട്
വെളുപ്പിന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന നാമജപത്തിന്റെ അല്ലെങ്കിൽ ഭജന കേൾക്കാൻ, ആ ഭജന എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചാൽ മതി. വെളുപ്പിന് വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന ഭജന കേൾക്കാൻ രാവിലെ മുതൽ ആളുകൾ വന്ന് ഇരിക്കുകയാണ്. എങ്ങനെ അത് സംഭവിച്ചു? എന്താണ് ഇത്രയും വലിയ ജനസമൂഹത്തെ അവിടേക്ക് ഒഴുകിയെത്തിയത്? അതും ചെറുപ്പക്കാരുൾപ്പെടെ, ഏറ്റവും യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ. അല്ല സാധാരണ ഇതിനൊക്കെ പ്രായമായ അമ്മമാരും ഒക്കെയാണ് കൂടുതലും ഇതിനകത്ത് വരിക ഭജന കേൾക്കാൻ. ഇപ്പം അതല്ലല്ലോ, ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ജൻസികൾ, ഇപ്പം ജൻസി സമൂഹം വരെ ഇതിൻ്റെ പിന്നാലെ ശക്തമായി നിൽക്കുന്നു. ഇത് ഒരു യോഗവിദ്യയുടെ ഒരു പരിണത പ്രക്രിയയായി മാറിയിരിക്കുകയാണ്. നമ്മളറിയാതെ, അത് നമ്മളൊന്നും അറിയാതെയോ പ്രത്യേകിച്ച് എഫർട്ട് എടുക്കാതെയോ ഇങ്ങനെ ഒരു പ്രതിഭാസം നമ്മുടെ ചുറ്റുപാടും ഉയർന്നു വരുന്നു. ഇതാണ് ഈ കലിയുഗത്തിൽ നാമജപത്തിന്റെ ശക്തിയുടെ ഒരു ഉദാഹരണമാണിത്. നാമജപത്തിന്റെ ശക്തിയുടെ ഒരു ഉദാഹരണമാണിത്. ഇത് തന്നെയാണ് എത്രയോ നാമജപ സങ്കേതങ്ങൾ ഭാരതത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഈ ഭാരതത്തിൽ ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് നമുക്ക് പറയുമെങ്കിൽ ചൈതന്യ മഹാപ്രഭുവാണ്. ചൈതന്യ മഹാപ്രഭു എന്താണോ 300 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 300, 350, 400 വർഷങ്ങൾക്ക് മുമ്പാണ്, 15-ാം നൂറ്റാണ്ടിലാണത്. അപ്പോൾ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന അവതാരം എടുത്തു വന്ന് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് ഇവിടെ ഭാരതത്തിൽ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഭഗവാൻ പറയുന്നത് ഈ യോഗവിദ്യയെ ഇത് കൺവെർട്ട് ചെയ്യപ്പെടുന്നു. യോഗവിദ്യയെ എങ്ങനെയാണ് ഈ രൂപത്തിൽ കൺവെർട്ട് ചെയ്യപ്പെടുന്നത്? അത് ഗാനരൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നു, ധ്യാനരൂപത്തിൽ കൺവെർട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പം എത്രയോ സ്ഥലങ്ങളിൽ 10,000-കണക്കിന് ആളുകളാണ് ധ്യാനത്തിന് കൂടുന്നത്. ശിവരാത്രിയൊക്കെ വരുമ്പോൾ ധ്യാനത്തിന് കൂടുന്ന, അത് വലിയ അനൗൺസ്മെൻ്റ് നടത്തിയിട്ടാണ് ആളുകൾ ധ്യാനത്തിന്. അവിടെ ടിക്കറ്റ് കിട്ടുന്നില്ല ധ്യാനിക്കാനിരിക്കാൻ. ധ്യാനത്തിനൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഭാരതത്തിലാണ് നടക്കുന്നത്. ധ്യാനിക്കാനിരിക്കാൻ ടിക്കറ്റ് കിട്ടുന്നില്ല, ടിക്കറ്റ് എടുത്താൽ ധ്യാനിക്കാനിരിക്കുന്നത്. അപ്പോൾ ആളുകളിൽ വന്ന മാറ്റം എത്ര രൂപത്തിലാണ്? ഇത് പ്രവർത്തന രൂപത്തിലാവാം എന്ന് ഭഗവാൻ പറയുന്നു. ഇതൊരു പ്രവൃത്തി രൂപത്തിലാകാം. അപ്പം നമ്മൾ എന്താണോ പ്രവൃത്തി എടുക്കുന്നത് ആ പ്രവൃത്തിയെ ഒരു ഇതാക്കി മാറ്റാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുമ്പ് അവസാനിച്ചാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ഒന്നും അടുത്തയല്ല, വിദൂരതയിലിരുന്ന് കളിക്കുന്ന ഒരു വ്യക്തിയെ ലോകം മുഴുവൻ ഒരുപോലെ ആരാധിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ചെറുപ്പക്കാരുമല്ല, അയാളുടെ വേഷമിടുക, അയാളുടെ രൂപഘടനയിലേക്ക് വരിക, അയാൾ സഞ്ചരിക്കുന്ന അയാളുടെ ആ രീതികളിലെല്ലാം ഇടപഴകുന്ന ചെറുപ്പക്കാരുടെ വലിയൊരു സംഘം ലോകം മുഴുവനും, അത് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും. ഇതൊരു പ്രവൃത്തിയെ എങ്ങനെയാണ് യോഗവിദ്യയായി കൺവെർട്ട് ചെയ്യപ്പെട്ടു? ഒരുപക്ഷെ അയാൾ അത് ഉദ്ദേശിച്ചായിരിക്കില്ല. മെസ്സി എന്ന് പറയുന്ന ആ ഫുട്ബോളറുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പം മെസ്സിയെ ആളുകൾ മിശിഹ എന്നുള്ള പേരിലേക്കാണ് കാണുന്നത്, ഫുട്ബോളിൻ്റെ മിശിഹയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ പ്രവൃത്തിയെ എങ്ങനെയാണ് ഒരു യോഗവിദ്യയായി അയാൾ മാറ്റിയത്? ഇതിനു മുമ്പ് പെലെ അങ്ങനെ ചെയ്തിരുന്നു. ഒരു എങ്ങനെയാണ് തൻ്റെ പ്രവർത്തന മേഖലയെ അതൊരു യോഗവിദ്യയാണ്. യേശുദാസ് തൻ്റെ സംഗീതത്തെ ഒരു യോഗവിദ്യയായി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരവർ വ്യാപരിക്കുന്ന മേഖലയിൽ അറിഞ്ഞോ അറിയാതെയോ അതിനെ ഒരു യോഗവിദ്യയുടെ രൂപത്തിൽ കൺവെർട്ട് ചെയ്യും. ഇതാണ് ഈശ്വരീയമായ അവസ്ഥയിലേക്ക് സ്വയം ഉയരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ 7 മൂലാധാര ചക്രങ്ങൾ ഉണരുന്ന ഒരു പ്രക്രിയ കൂടിയാണിത്.
അല്ലെങ്കിൽ ലോകത്തെ ഇങ്ങനെ ആകർഷിക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു വന്നത്, ഒരു ജപം പോലും ഒരു പ്രവൃത്തിയായി കാണുക. അപ്പം ഇത് മാസ്റ്റർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭഗവാൻ അതിന് ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ അത് പറയുന്നത്. ഭഗവാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ചു. എങ്ങനെയാണ് ഈ പ്രവൃത്തിയെ, എങ്ങനെയാണ് ഒരു പ്രവൃത്തി യോഗവിദ്യയായും ഭക്തിയോഗത്തിലേക്ക് വരുന്നത്? ഇവിടെ ഭക്തിയാണ്, ഭക്തിയോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുക. യോഗവിദ്യ എന്ന് പറയുമ്പോൾ ഭക്തിയോഗം എന്ന് മറക്കരുത്. എങ്ങനെയാണിത് വരുന്നത്? ഇപ്പം നമ്മളീ പറഞ്ഞതല്ല, ഇന്ന് നമ്മുടെ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും സംഭവിച്ച കാര്യങ്ങളെ എടുത്താണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ ആ ഉദാഹരണം പറയുമ്പോൾ ആ സന്ദർഭത്തിൽ ഭഗവാൻ പറഞ്ഞ ഉദാഹരണം ആ കാലഘട്ടത്തിനനുസരിച്ചാണ് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഭക്തി ഒരു യോഗവിദ്യയായി മാറുകയും അത് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഒരു ജീവനെ ഉയർത്തുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഉദാഹരണം കൊടുത്തത്. ആദ്യം പറഞ്ഞ ഉദാഹരണം, ഒരു മുട്ടയ്ക്കകത്ത് ഒരു കുഞ്ഞ്, കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കിളിക്കുഞ്ഞ്, ഒരു മുട്ടയ്ക്കകത്തൊരു ജീവൻ ഉണ്ടാകുന്നു. അത് ആ മുട്ടയ്ക്കകത്തിരുന്ന് മെല്ലെ 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 വളർച്ച പ്രാപിക്കുന്നു. ഈ വളർച്ച പ്രാപിക്കുമ്പോൾ എപ്പോഴാണോ അതിനൊരു മൂപ്പെത്തുന്നത് എന്ന് വന്നാൽ, ആ വളർച്ചയ്ക്ക്, ആ മുട്ടയ്ക്കുള്ളിലുള്ള ജീവൻ എപ്പോഴാണോ ഒരു മൂപ്പെത്തുന്നത്, ആ മൂപ്പെത്തുന്ന സന്ദർഭത്തിൽ ഈ തള്ളപ്പക്ഷി ആ മുട്ടയെ കൊത്തിപ്പൊട്ടിക്കും. അങ്ങനെ ആ ജീവനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇത് തന്നെയാണ് ഈശ്വരൻ ഭക്തിയുടെ ഭക്തിയാകുന്ന ഒരു മുട്ടത്തോടിനകത്ത് നമ്മൾ നിരന്തരം ജപസാധനകളോടുകൂടി ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എപ്പോഴാണോ നമ്മുടെ ആ ജപസാധനകളിലൂടെ നമ്മുടെ ആ ജീവൻ മൂപ്പെത്തുന്നത്, ആ സമയത്ത് ഭഗവാൻ നമ്മളെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. ഇതിനാണ് വളരെ സിമ്പിളായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ആ കിളിയുടെ ആ മുട്ടയുടെ ഉദാഹരണം മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുത്തത്. മറ്റൊന്ന്, ഭഗവാൻ പ്രകൃതിയിൽ നിന്ന് വീണ്ടും ഒരു ഉദാഹരണം. ഭഗവാന്റെ ഉദാഹരണങ്ങളൊക്കെ വളരെ അന്യൂനമായ ഉദാഹരണങ്ങളാണ്. ആർക്കും ഒരു ആധ്യാത്മികതയെ ഇങ്ങനെയൊന്നും ലോകത്ത് ഇന്ന് വരെ, ആധ്യാത്മിക തത്വങ്ങളെ ലോകത്താരും തന്നെ ഇങ്ങനെ വിശദീകരിച്ചിട്ടേയില്ല ഒരിടത്തും. മറ്റൊന്ന് ഭഗവാൻ പറഞ്ഞത് മരം മുറിക്കുന്നതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത്. സാധാരണഗതിയിൽ മരം മുറിക്കുന്ന ആൾ അത് മുറിച്ച് ഏതാണ്ട് ഒരറ്റമെത്താറാകുമ്പോൾ നിർത്തും. പിന്നെ അയാൾ വെട്ടൂല, പിന്നെ അയാൾ മാറി നിൽക്കും. അപ്പോൾ ഈ ഇത്രയും നേരം കൃത്യതയോടുകൂടി, അത് ആ മരം മറിഞ്ഞു വീഴാനുള്ള കൃത്യതയോടുകൂടി തൻ്റെ കോടാലി കൊണ്ട് അതിനെ കൃത്യമായ സ്ഥലത്ത് വടുവുണ്ടാക്കി കൃത്യമായ സ്പോട്ടെത്തുമ്പം നിർത്തിയാൽ ബാക്കി ആ മരത്തിൻ്റെ വീഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുട്ടയുടെ വിരിയൽ എന്ന് പറയുന്ന പോലെ, ആ മരത്തിൻ്റെ വീഴ്ച സ്വാഭാവികമായ തലത്തിൽ ആ സമയമെത്തുമ്പോൾ ആ മരം മറിഞ്ഞങ്ങ് വീഴും. ഇതാണ് ഒരു ജീവൻ്റെ സാധനാ ജീവിതത്തിൻ്റെ പാരമ്യതയിൽ ഉണ്ടാകുന്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഭഗവാൻ പറഞ്ഞത് അതിനേക്കാൾ രസകരമായൊരു ഉദാഹരണം. ഒരാളൊരു ചാല് വെട്ടുന്നു. നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം വരണം, അപ്പം ചാല് വെട്ടണം. ചാല് വെട്ടി നമ്മുടെ കൃഷിയിടത്തു നിന്ന് ചാല് വെട്ടി എവിടെയോട്ട് പോകണം? പുഴയുടെ ഓരം വരെ ചെല്ലണം. ആ പുഴവെള്ളമാണ് നമുക്കിവിടെ എത്തിക്കേണ്ടത്. അപ്പോൾ പുഴയുടെ ഓരം വരെ വെട്ടി ചെന്നിട്ട് ആ പുഴയുടെ ഓരത്തെത്തുമ്പോഴേക്കും ആ ചാല് കയറുന്നത് നിർത്തിവെക്കും. പിന്നെ അവിടെ സംഭവിക്കുന്നത്, ഈ പുഴയുടെ ഒഴുക്ക് കൊണ്ട് ആ മണ്ണ് നനഞ്ഞ് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ താനെ ആ മണ്ണ് ഇടിഞ്ഞു മാറി കുത്തി ഒഴുകി ആ വെള്ളം ഈ ചാലിലൂടെ അകത്തേക്ക് വരും. അപ്പോൾ പ്രവൃത്തിയെ ഒരു ഘട്ടത്തിൽ, നമ്മുടെ കർമ്മത്തെ ഒരു ഘട്ടത്തിൽ
നമ്മുടെ സാധനയെ ഒരു ഘട്ടത്തിൽ എത്തിച്ച് നിർത്തുമ്പോൾ മാത്രമാണ് ഈശ്വര കൃപ നമ്മിലേക്ക് ഒഴുകുന്നത്. ഈശ്വര കൃപ എങ്ങനെയാണ് നമ്മിലേക്ക് എത്തുന്നത് എന്നുള്ളതിന് ഭഗവാൻ നൽകുന്ന ഏറ്റവും നല്ല ഒരു 3 ഉദാഹരണങ്ങളാണ്. ഇത്രയും കൃത്യമായി ആർക്കും മനസ്സിലാകുന്ന തരത്തിൽ. അപ്പോൾ നമ്മുടെ ആ സാധനാ ജീവിതം, സാധനാക്രമങ്ങളെ ഒരു നിശ്ചിത ഘട്ടം വരെ എത്തിച്ച് നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നീട് വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മരം എങ്ങനെ താഴെ വീണോ, മുട്ട എങ്ങനെ വിരിഞ്ഞോ, ആ മണ്ണ് നനഞ്ഞിടിഞ്ഞ് ആ വെള്ളം അകത്തേക്ക് എങ്ങനെ പ്രവേശിച്ചുവോ, അതേപോലെ കൃപ, ഈശ്വരൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ ഇതുപോലെ കൃത്യമായി സാധനയുടെ അവസാന ഭാഗം വരെ എത്തുന്നതിൻ്റെ ശ്രമം, സാധനയുടെ അവസാന ഭാഗം വരെ എത്തുന്നതിനുള്ള നമ്മിലുള്ള ശ്രമം, ആ ശ്രമം മാത്രം മതി. ദർശനം ഭഗവാനാണ് തരുന്നത്. ദർശനം ഭഗവാനാണ് തരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ഭാഗവത ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കേട്ട പലരും കേട്ടിരിക്കും, ആ ഭാഗവത ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കേട്ടതാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി ആ ഭാഗവതകാരൻ പറഞ്ഞതിനോട്. കാര്യം നമ്മൾ ഈശ്വര ദർശനത്തിന് നമ്മളല്ല പോകുന്നത്, ഈശ്വരൻ നമുക്കാണ് ദർശനം തരുന്നത്. നമ്മൾക്ക് ശ്രമം മാത്രമേ ഉള്ളൂ, നമുക്ക് ശ്രമം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈശ്വര ദർശനം എന്നുള്ള ശ്രമമാണ് നടത്തുക. എങ്ങനെയാണോ ചാലു വെട്ടിയത്, എങ്ങനെയാണോ ആ മുട്ടയ്ക്കുള്ളിൽ ആ ജീവൻ പരിപാകപ്പെടുന്നത് വരെ ഇരുന്നത്, എങ്ങനെയാണോ മരത്തിൽ കൃത്യമായ വടു ഉണ്ടാക്കി കൊണ്ടുവന്ന അവസാന നിമിഷം വരെ കൊണ്ട് എത്തിച്ചത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ശ്രമമാണ്, ഈശ്വര ദർശനത്തിനുള്ള ശ്രമം മാത്രമാണ് നമുക്കുള്ളത്. അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മെയാണ് ദർശിക്കുന്നത്. നമ്മൾ ഈശ്വരനെ അല്ല ദർശിക്കുന്നത്, ഈശ്വരൻ നമ്മെയാണ് ദർശിക്കുന്നത്. ഭാഗവതകാരൻ പറയുന്നത്, ഇപ്പം പിന്നെ ഉണ്ണികൃഷ്ണനെ മുല കൊടുക്കാൻ വന്ന ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ പേര് വിട്ടുപോകും. പൂതന ഉണ്ണികൃഷ്ണനെ മുല കൊടുക്കാൻ വന്ന പൂതനയ്ക്ക് ഭഗവാൻ ദർശനം കൊടുക്കുന്നില്ല. കാരണം ഭഗവാന്റെ മുഖം മറച്ചിരിക്കുക, കൈകൾ കൊണ്ട്, ആ കുഞ്ഞി കൈകൾ കൊണ്ട് ഭഗവാൻ തൻ്റെ മുഖം മറച്ചിരിക്കുക. അപ്പോൾ പൂതനയ്ക്ക് മുല കൊടുക്കുമ്പോഴും ഭഗവാനെ ദർശിക്കാൻ പറ്റുന്നില്ല, കാര്യം ദർശനം അനുവദിച്ചിട്ടേ ഇല്ല. എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ദർശനം ഭഗവാനാണ് നമുക്ക് തരുന്നത്, നമ്മൾ ഭഗവാനെ ദർശിക്കലല്ല അവിടുത്തെ ആ പ്രക്രിയ. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഈ 3 ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു. നമ്മൾ ഈ വഴി വെട്ടി അവിടെ ചെന്ന് അങ്ങ് വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഭഗവാന്റെ കയ്യിലാണ് ആ ദർശനം ഇരിക്കുന്നത്. അത് ഭഗവാൻ വേറൊരു രസകരമായൊരു കഥയും കൂടെ ഇതിനോട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എവിടെയോ ഒരു സ്ഥലത്ത് കുറച്ച് സ്വർണം കുഴിച്ചിട്ടുണ്ട്, എവിടെയോ കുറച്ച് സ്വർണം കുഴിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്വർണം എടുക്കാനായിട്ട് കുഴിക്കാൻ തുടങ്ങും. അപ്പം കുഴിച്ച് കുറേ ചെല്ലുമ്പം ക്ലിം എന്നൊരു ശബ്ദം കേൾക്കും. അതായത് ആ സ്വർണ്ണ കുടത്തിൽ നമ്മുടെ തൂമ്പ ചെന്ന് കൊണ്ട ശബ്ദം കേൾക്കുന്നു. ഭഗവാന്റെ ആ അവതരണം ആലോചിച്ച് നോക്കും. ഇങ്ങനെ ഒരു കാര്യത്തിലും നമുക്കൊരു സംശയമില്ലാത്ത, നമ്മുടെ ഏറ്റവും നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു അവതരണ രീതി. ആ കുടത്തിൽ തൂമ്പ കൊണ്ട് ക്ലിം എന്നൊരു ശബ്ദം കേൾക്കും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ തൂമ്പ കളയാം, പിന്നെ നമുക്ക് തൂമ്പ ആവശ്യമില്ല. അപ്പൊ ആ ക്ലിം എന്നുള്ള ശബ്ദം കേൾക്കുന്നത് വരെ മാത്രമേ തൂമ്പയുടെ ആവശ്യമുള്ളൂ. ക്ലിം എന്ന ശബ്ദം കേട്ടാൽ പിന്നെ തൂമ്പ ഇട്ട് വെട്ടരുത്, വെട്ടിയ കുടം നാശമായി പോകും. അപ്പൊ പിന്നെ നമുക്ക് തൂമ്പ കളയാം. ഇത് ഭഗവാൻ പറഞ്ഞു, അപ്പൊ നമുക്ക് തൂമ്പ കളയാം. എന്നിട്ടോ അങ്ങനെ ഒരു ക്ലിം എന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന ആനന്ദം എന്തായിരിക്കും എന്ന് ഒന്ന് മനസ്സിൽ വിഭാവനം ചെയ്തു നോക്കുക.
പിന്നെ കൈ കൊണ്ട് മാന്തി ആ കുടം പുറത്തെടുക്കാം. കുടം പുറത്തെടുത്തിട്ട് ആ കുടവുമായി പിന്നെ അത് എടുത്ത ആളുടെ അവസ്ഥ എന്താണ്? അയാൾ അത് അതിനകത്ത് മുഴുവൻ സ്വർണമാണ്. സ്വർണം ഇരിക്കുന്ന കുടമാണ് ഈ തപ്പുന്നത്. ആ കുടവുമായി അയാൾ തുള്ളിച്ചാടും. ഉറപ്പല്ലേ? തുള്ളിച്ചാടും. ആരായാലും അതെ, തുള്ളിച്ചാടും. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്? ആദ്യം കുടം ദർശിക്കപ്പെട്ടു, പിന്നെ കുടത്തിൽ സ്പർശിക്കപ്പെട്ടു, പിന്നെ അതുമായി നമ്മൾ അങ്ങ് താദാത്മ്യം പ്രാപിക്കുക. ആ കുടവുമായി പിന്നെ നമ്മൾ അങ്ങ് ആനന്ദ നൃത്തത്തിലേക്ക് പോവുകയാണ്. ഇത് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയാണ്. ആദ്യം ദർശനം, ഈശ്വര ദർശനം ഉണ്ടാകുക, അത് കഴിഞ്ഞ് ഈശ്വരനെ സ്പർശിക്കുക, പിന്നെ ഈശ്വരനിൽ ലയിക്കുക. ഇതാണ് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മാർഗമായി ഭഗവാൻ പറഞ്ഞു. ഇത് നേരിട്ടാണ് ഇത് മാസ്റ്റർ മഹാശയനോട് പറയണം. ആദ്യം ഈശ്വരനെ ദർശിക്കണം, അത് കഴിഞ്ഞ് സ്പർശിക്കണം, അത് കഴിഞ്ഞ് ലയിക്കണം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ മഹാശയൻ എന്നല്ല, ലോകത്ത് ആർക്കും അത് പിടികിട്ടില്ല. പക്ഷേ ഈ കുടത്തിൻ്റെ തൂമ്പ കൊണ്ട് കുടം കുഴിക്കുന്ന കഥ പറഞ്ഞപ്പോൾ എത്ര കൃത്യമായിട്ടാണ് അതിൻ്റെ വൈകാരികത നമ്മിലേക്ക് എത്തിയത്. നമ്മളത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഭക്തിയോഗത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയാണ് ഭഗവാൻ. അപ്പം അതിനുള്ളൊരു വഴി ഭഗവാൻ തുറന്നിടുകയാണ് ഈ ഭാഗത്ത്. ഇപ്പം ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നതും ഞാൻ 3 യോഗങ്ങളാണ് വിധിച്ചിട്ടുള്ളത്. ജ്ഞാനം, കർമ്മം, ഭക്തി. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഇതാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ വളരെ കൃത്യമായിട്ട് അതാത് യോഗങ്ങൾക്ക് അർഹതപ്പെട്ടവരെ അതാത് യോഗങ്ങൾ പഠിപ്പിച്ചു വന്നത്. ഇവിടെ മാസ്റ്റർ മഹാശയന് ഭക്തിയോഗമാണ് പഠിപ്പിക്കുന്നത്. ജ്ഞാനയോഗമോ കർമ്മയോഗമോ അല്ല മാസ്റ്റർ മഹാശയന് പാഠമായി നൽകുന്നത്. ഇവിടെ ഭക്തിയോഗമാണ് നൽകുന്നത്. സ്വാമിജിയുടെ ഏറ്റവും ഇഷ്ടവിഷയങ്ങളാണ് ഈ 3: ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം. സ്വാമിജിയെ എത്രമാത്രമാണ് അതിന് ശ്രീരാമകൃഷ്ണദേവൻ എത്രമാത്രമാണ് ഒരുക്കിയത് എന്നുള്ളത് ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആ വലിയൊരു ശ്രമം, ഭഗവാന്റെ ആ വലിയൊരു ശ്രമം. അപ്പോൾ ആർക്കൊക്കെ അപ്പം ജ്ഞാനയോഗം മാസ്റ്റർ മഹാശയൻ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? അതിന് കാരണമുണ്ട്. കാരണം ഭൗതിക വിഷയങ്ങളിൽ വിരക്തി ഉണ്ടായാൽ മാത്രമേ ജ്ഞാനയോഗം കൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ. മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് ഭൗതിക വിഷയങ്ങളിൽ വിരക്തി എന്ന് 100% പറയാൻ പറ്റില്ല. കാര്യം അയാൾ ഗൃഹസ്ഥാശ്രമിയാണ്. അപ്പം ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. ഭാര്യയും കുട്ടികളും ഒക്കെ വെച്ച് വ്യവഹരിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ജ്ഞാനയോഗം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റില്ല. ലൗകിക വിഷയങ്ങളിൽ മനസ്സെപ്പോഴും നിൽക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കർമ്മയോഗം. അപ്പൊ ലൗകിക വിഷയങ്ങളിൽ മനസ്സ് മാറുന്നതേയില്ല. മുഴുവൻ സമയവും ലൗകിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ കർമ്മയോഗം പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ മാസ്റ്റർ മഹാശയൻ അത് വേണ്ട. കാരണം ലൗകിക വിഷയങ്ങളിൽ എപ്പോഴും വ്യാപരിക്കുന്ന ആളല്ല മാസ്റ്റർ മഹാശയൻ. അപ്പം പിന്നെ ഭക്തിയോഗം ആണ് കൊടുക്കുന്നത്. എന്തിനാണ് ഭക്തിയോഗം കൊടുത്തത്? ലൗകിക വിഷയങ്ങളിൽ അത്യാസക്തരല്ല, എന്നാൽ പൂർണ്ണമായി വിട്ടിട്ടുമില്ല. അങ്ങനെ വരുന്നവർക്കാണ് ഭക്തിയോഗം. ലൗകിക വിഷയങ്ങളിൽ അത്യാസക്തരല്ല. മാസ്റ്റർ മഹാശയൻ ലൗകിക ജീവിതത്തിൽ അത്യാസക്തനല്ല. ഏത് നിമിഷവും ലൗകിക ജീവിതത്തിൽ നിന്ന് വിടണം എന്ന് തന്നെ താല്പര്യപ്പെടുന്ന ആളാണ്. പക്ഷെ സാധ്യമാകുന്നില്ലെന്ന് മാത്രം. അപ്പൊ പൂർണ്ണമായി വിട്ടു പോകാത്തവർക്ക് വേണ്ടിയാണ് ഈ ഭക്തിയോഗം ഉപദേശിക്കുന്നത് ഭഗവാൻ. അത് നമുക്കും യോജിക്കും. ഈ പറഞ്ഞ ഭാഗം നമുക്കും വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. കാര്യം ലൗകിക വിഷയങ്ങളിൽ അത്യാസക്തരാകാതിരിക്കണം എന്നുള്ളൊരു ഭാഗം മാത്രം. അല്ലെങ്കിൽ പിന്നെ വരുന്നത് ലൗകിക വിഷയങ്ങളിൽ മനസ്സെപ്പോഴും വ്യാപരിക്കുന്നവരായി നമ്മൾ തുടരുമ്പോൾ നമുക്ക് കർമ്മയോഗത്തിലേക്ക് പോകേണ്ടി വരും. അത് അത്ര നിസ്സാരമല്ല. പക്ഷെ ഇവിടെ ഭക്തിയോഗത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ അതിന് ഈ അവസ്ഥയിൽ അധികം ആസക്തരാകാതിരിക്കുകയും
അതേസമയം ഭക്തിയോഗത്തിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് പോവുകയും ചെയ്യാം. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു, ഈ ഭക്തിയോഗം എന്ന് പറയുന്ന ഈ ഭക്തി തന്നെ 2 വിധത്തിൽ വേണം. അപ്പം ഇവിടെ ഈ 2 വിധത്തിലുള്ള ഭക്തിയെക്കുറിച്ച് ഭഗവാൻ മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം, വചനാമൃതത്തിൻ്റെ തുടക്കം മുതലുള്ള ഒരു വിഷയം ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇവിടെ. അത് ആ വിഷയത്തെ, ആ ഒരു പോയിന്റിനെ ഭഗവാൻ വചനാമൃതത്തിൽ ഇത്രയും സമയം കടന്നു വന്നപ്പോഴൊന്നും വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഓരോരോ ഭാഗത്ത്, വചനാമൃതത്തിൻ്റെ ഓരോ ഭാഗത്തും ആ ഒരു വിഷയത്തെ തന്നെയാണ് ആവർത്തിച്ച് മാസ്റ്റർ മഹാശയന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണ് മാസ്റ്റർ മഹാശയൻ തുടക്കത്തിൽ പറഞ്ഞത്? എനിക്ക് സാകാരത്തിൽ താല്പര്യമില്ല, നിരാകാരത്തിലാണ് താല്പര്യം. ഞാൻ സാകാരവാദിയല്ല, നിരാകാരത്തിലാണ് താല്പര്യം. അത് ബ്രഹ്മ സമാജത്തിൻ്റെ പരിശീലനത്തിൽ നിന്ന് കിട്ടിയ ഒരു പാഠമായതുകൊണ്ട് അതും പറഞ്ഞാണ് ആദ്യമേ ഇവിടെ വരുന്നത്. അന്ന് ഭഗവാൻ വളരെ സിമ്പിളായിട്ട്, നമ്മളിത് എല്ലാ തവണയും ഇത് പറയുമ്പോഴും നമ്മൾ ഈ ഒന്നാം അധ്യായത്തിലെ, അതായത് തുടക്കത്തിലുള്ള പ്രഥമ ദർശനത്തിലെ ഈ ഭാഗം ദ്വിതീയ ദർശനത്തിലെ ഈ ഭാഗം നമ്മൾ ആവർത്തിക്കാറുണ്ട്. അതാണ് ആ പോയിന്റ് ഭഗവാൻ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. നോക്കൂ, ഇത് ഭഗവാൻ അത് വിട്ടിട്ടേ ഇല്ല. അന്ന് ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് നിന്റെ താല്പര്യം ശരിയാണ്, സാകാരവും ശരിയാണ്, നിരാകാരവും ശരി. അപ്പം പിന്നെ തർക്കമായി, വീണ്ടും തർക്കമായി, തർക്കിക്കാനുള്ള മനസ്സുണ്ടായി. ആ വിഷയമാണ് ഇപ്പം വീണ്ടും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഭഗവാൻ. അതിൻ്റെ വേറൊരു വെർഷൻ ഇപ്പം കാണിക്കുകയാണ് ഭഗവാൻ ഇവിടെ. എന്താണ്? ഭക്തിക്ക് 2 പ്രകാരങ്ങളുണ്ട്. അത് അപരഭക്തിയും പരാഭക്തിയും. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപരഭക്തി എന്ന് പറഞ്ഞാൽ സഗുണ, സാകാരം ആണ് അപരഭക്തി എന്ന് പറയുന്നത്. സാകാര രൂപത്തിലുള്ള ഭക്തിക്കാണ് അപരഭക്തി എന്ന് പറയുന്നത്. അതേസമയം നിർഗുണം ആയിട്ടുള്ള അല്ലെങ്കിൽ നിരാകാരമായിട്ടുള്ള ആ ഭക്തിക്കാണ് പരഭക്തി എന്ന് പറയുന്നത് ഭഗവാൻ ഇവിടെ. അപ്പോൾ അപരഭക്തിയാണ് നമ്മൾ സാധാരണക്കാരുടെ തുടക്കം. 2ഉം എന്തിനാണ് ഭഗവാൻ അന്ന് പറഞ്ഞ ആ വാക്ക് ഇപ്പം നമ്മൾ ഇവിടെ ഒന്നുകൂടെ എടുത്ത് വെച്ച് ഓർക്കണം. അന്ന് ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു, സാകാരവും ശരി, നിരാകാരവും ശരി, 2ഉം ശരി എന്ന് അന്ന് പറഞ്ഞപ്പോൾ നമ്മളും അത് 2ഉം ശരി എന്ന് കേട്ട് വായിച്ചിങ്ങ് പോരും. ഇവിടെയാണ് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അന്ന് അത് 2ഉം ശരി എന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഇവിടെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. എന്താണത്? അപരഭക്തിയിലാണ് സാധാരണക്കാരൻ ആരംഭിക്കേണ്ടത്. അതായത് അപരഭക്തി എന്ന് പറഞ്ഞാൽ സാകാര രൂപത്തിൽ വേണം ഭക്തി തുടങ്ങാൻ. കാരണം ഭക്തിയുടെ ആരംഭത്തിന് ഒരു ദൃശ്യ രൂപം ആവശ്യമാണ്. അപ്പം അപരഭക്തിയിലാണ് തുടങ്ങേണ്ടത്. അപ്പം അപരഭക്തിയിൽ തുടങ്ങുന്നവർ എന്തിനാണ്? അപ്പം എന്തൊക്കെ ചെയ്യാം? ക്ഷേത്ര ദർശനം ചെയ്യാം, ജപം നടത്താം, കീർത്തനം നടത്താം. ഇതെല്ലാം ഇങ്ങനെയുള്ള ബാഹ്യ പ്രകടനങ്ങളെല്ലാം അപരഭക്തിയുടെ ഭാഗമായി തുടക്കത്തിൽ ആവശ്യമാണ്. അപ്പം സാകാരത്തെ തന്നെയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. സാകാരം പിന്നീട് നിരാകാര ഭാവത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആദ്യമേ കയറി നിരാകാരം എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ഭോഷ്കാണ്, നമ്മുടെ വിവരമില്ലായ്മയാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സാകാരത്തിൽ വേണം എല്ലാ കാര്യങ്ങൾക്കും തുടക്കം വരാൻ. ഇങ്ങനെ ആരംഭിച്ചാൽ മതി. പക്ഷേ അത് വളർന്ന് ഈശ്വരനെ അനിർവചനീയമായ സർവവ്യാപിയായ അവസ്ഥയിൽ പ്രാപിക്കാറാവുമ്പോൾ, സാകാരഭാവത്തിൽ തുടങ്ങിയ ഒരു ഭക്തൻ ആ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ച് അനിർവചനീയവും സർവവ്യാപകവുമായ ഈശ്വര സങ്കല്പത്തെ, തത്വത്തെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാപിക്കും. സംശയമൊന്നും വേണ്ട. അവിടെയാണ് പരാഭക്തി വരുന്നത്. അപ്പോൾ അപരഭക്തിയിൽ നിന്നാണ് പരാഭക്തിയിലേക്ക് ഒരു ഭക്തൻ കടന്നു വരേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാസ്റ്റർക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളും ഇത് ചർച്ച ചെയ്താണ് ഈ വിഷയം. ഇപ്പോൾ നിരാകാര ഭാവം എന്ന് പറയുന്നത് കടലാണ്, എവിടെയും വെള്ളം, അതിന് ഒരു രൂപവുമില്ല, ഘടനയുമില്ല, ഒന്നുമില്ല, നിറഞ്ഞു നിൽക്കുന്ന വെള്ളം, അതിന് ഒരു രൂപവുമില്ല.
ആ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിനകത്ത് ഒരു തിരമാല ഉയരുമ്പോൾ അതിന് രൂപഘടന വരുന്നു, അത് സാകാരം ആകുന്നു. അപ്പോഴാണ് നമ്മൾക്ക് കണ്ണിന് ദർശനം ഉണ്ടാകുന്നത്. ഈ തിരയാണ് അവതാരം. സാകാര രൂപത്തെ സാധാരണക്കാരന് ബോധ്യപ്പെടുത്തുന്നതിനാണ് അവതാരങ്ങൾ ഉണ്ടായത്. അതാണ് ഈ തിരയിലെ തിര, അല്ല കടലിലെ തിര. അത് തന്നെ ഭഗവാൻ പിന്നീടും പറഞ്ഞു. ഇപ്പം ഘനീഭവിച്ച ഐസ് കട്ട അതൊരു സാകാര രൂപമാണ്. യഥാർത്ഥത്തിൽ ഐസ് കട്ടയുടെ രൂപം നിരാകാരമാണ്. അതിൻ്റെ മൂല രൂപം എന്ന് ഐസ് കട്ടയുടെ മൂലരൂപം എന്ന് പറയുന്നത് നിരാകാരമാണ്. വിശാലമായ ജലാശയത്തിൽ നിന്ന് എപ്പോഴോ ഒരിക്കൽ ആ തണുത്തുറഞ്ഞുണ്ടായതാണ് ആ ഐസ് കട്ട. അപ്പം ഐസ് കട്ടയാണ് സാകാരം. ആ ഐസ് കട്ട പിന്നീട് ആ ഐസ് കട്ടയെ കയ്യിലെടുത്ത് കുറേ നേരം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് പിന്നെ ഒന്നും കാണൂല, കയ്യിൽ പിന്നെ ഒന്നും കാണില്ല, അത് അങ്ങ് ലയിച്ചു പോകും, ഉരുകി അങ്ങ് പോകും. നമ്മൾ ഐസ്ക്രീം മേടിച്ച് കൈ വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, അപരഭക്തിയാണ് ശരി തുടക്കത്തിന്. ആ അപരഭക്തി അവസാനം എന്തായിത്തീരും? നമ്മൾ അറിയാതെ തന്നെ പരാഭക്തിയായി മാറും. ഐസ് കട്ട എങ്ങനെയാണോ അലിഞ്ഞു പോകുന്നത് അതുപോലെ. അപ്പോൾ അവിടെയാണ് ഭഗവാൻ പറഞ്ഞത്, ഈ വിഗ്രഹത്തിൽ അർച്ചന ചെയ്യേണ്ടത് ഏതുവരെ? ഒരു വിഗ്രഹത്തെ അർച്ചന ചെയ്യേണ്ടത് ഏതുവരെയാണ്? അപ്പോൾ സർവം നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വരൻ എന്ന ബോധം വരുന്നത് വരെ മാത്രം മതി വിഗ്രഹം. പിന്നെ വിഗ്രഹത്തിന് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹത്തിന് മുന്നിൽ, ശിവന്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും എന്ത്, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ സർവേശ്വര എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ അർത്ഥമില്ലാതാകുകയാണ്. കാര്യം സർവേശ്വര എന്ന് പറയുമ്പോൾ വിഗ്രഹത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതേസമയം നമ്മളൊരു സാകാര രൂപത്തിലൂടെ വന്ന് പിന്നീട് സർവേശ്വര എന്നുള്ള ഭാഗത്തിലേക്ക് എത്തുന്നു. അപ്പം സർവം ഈശ്വരമയമായി മാറുന്ന സർവേശ്വരൻ എന്ന ഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയന് ഭക്തിയോഗം ഉപദേശിക്കുന്നത്. എത്ര സിമ്പിളായിട്ടാണ്. ഇതിൻ്റെ അടുത്ത ദിവസം ക്രിസ്മസ് ദിവസം വരികയാണ്, 25-ാം തീയതി. അന്ന് വേറെ ഒരു കലാപരിപാടിയും ദക്ഷിണേശ്വരത്തില്ല. കാരണം അന്ന് ഏകാദശി വ്രതം ആയതുകൊണ്ട് മറ്റൊന്നുമില്ല, ഏകാദശി വ്രതം മാത്രമാണ്. അതുകൊണ്ടാണ് ആ ഭാഗം വളരെ 2 വരിയിൽ അങ്ങ് ആ ദിവസത്തെ ഒതുക്കി നിർത്തിയിരിക്കുന്നത്. അന്ന് ഏകാദശി വ്രതമാണെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അന്ന് പ്രത്യേകിച്ച് പാഠങ്ങളോ ഒന്നുമില്ല. അന്ന് ഏകാദശി വ്രതം നോട്ടിയിരിക്കുന്നു ദക്ഷിണേശ്വരത്ത്, ഈശ്വര സ്മരണയോടുകൂടി ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് 25-ാം തീയതി തീരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഡിസംബർ 25 വരെ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് 26, നമ്മുടെ സാധനാകാലത്തിൻ്റെ അടുത്ത ദിവസം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ. ഞാൻ ഇത് ഓപ്പൺ ഇതിൻ്റെ ചാർജ് പോകുമെന്ന് പേടിച്ചിരിക്കുകയാണ്. ദൈവാധീനം പോയില്ല. ഞാൻ പേടിച്ചിരിക്കുക. ആ അതെ അതെ, ശരി ശരി. അപ്പം അത് അങ്ങ് ബ്രിമ്മിലെത്തിരിക്കുക. അപ്പം പിന്നെ സമയമായതുകൊണ്ട് പിന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പം കുഴപ്പമില്ല, അത് പിടിച്ചു നിർത്തി വേറെ, ആ പോയിന്റുകൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഒന്നും വന്നില്ല. നാമം ചെയ്യുന്നത്. അതെ അതെ അതെ. നമസ്കാരം. ഓക്കെ.